നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും പാളുകയാണ്. ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ പല കുനിഷ്ടും കാണിച്ച് നാണം കെടുകയാണ് നരേന്ദ്രമോദി. NDAയിൽ പരസ്പരം പോരാടി ഭരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നേരിടുന്ന ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ നോക്കിയ മോദിയുടെ എല്ലാ അറ്റംപ്റ്റും പരാജയപ്പെടുകയാണ്. ഏറ്റവും അവസാനം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ നിന്ന് കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് സ്ഥാപിച്ച രാജാധിപത്യത്തിന്റെ സൂചകമായ ചെങ്കോൽ എടുത്തുമാറ്റണമെന്ന സമാജ്വാദി പാർട്ടി MP ചൗധരിയുടെ പ്രസ്താവനയെ തമിഴ് വികാരം ഉയർത്തി കത്തിക്കാനുള്ള BJPയുടെ നീക്കമാണ് പാളിയിരിക്കുന്നത്. ചെങ്കോൽ തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഇതിനെതിരായ പരാമർശം തമിഴ് വിരുദ്ധതയാണെന്നും ആരോപിച്ച് ഇന്ത്യ മുന്നണി കക്ഷികളായ സമാജ്വാദിക്കും DMKക്കും ഇടയിൽ ഒരു കലഹം സൃഷ്ടിക്കാനായിരുന്നു BJPയുടെയും മോദിയുടെയും ശ്രമം. എന്നാൽ മോദിയുടെയും യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരുടെയും ഈ വ്യാമോഹത്തെ ചുട്ട മറുപടിയിലൂടെ DMK മുളയിലെ കരിച്ചു കളഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ബോധ്യപ്പെട്ടു. ഇന്ത്യൻ ചരിത്രത്തോടും സംസ്കാരത്തോടും സമാജ്വാദി പാർട്ടിക്ക് ബഹുമാനമില്ലെന്നും അവരുടെ വിവരമില്ലായ്മയും തമിഴ് സംസ്കാരത്തോടുള്ള ഇന്ത്യ മുന്നണിയുടെ വെറുപ്പുമാണത് സൂചിപ്പിക്കുന്നതെന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ കുത്തിത്തിരിപ്പ്. ചെങ്കോലിനെ എതിർക്കുന്ന സമാജ്വാദി പാർട്ടിയെ DMK അംഗീകരിക്കുന്നുവോ എന്നറിയാൻ വലിയ പൂതി BJP നേതാക്കൾക്കുണ്ടായിരുന്നു. രണ്ടുപേരെ തമ്മിൽ തല്ലിച്ചു ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളായി BJP മാറിയപ്പോൾ DMK എടുത്ത നിലപാടാണ് കിടിലൻ. സമാജ്വാദി പാർട്ടി നേതാവ് പറഞ്ഞ കാര്യം വളരെ ന്യായമാണെന്നായിരുന്നു DMKയും DMK അധ്യക്ഷൻ MK സ്റ്റാലിനും പ്രഖ്യാപിച്ചത്. ആ സ്റ്റാലിൻ തന്നെയാണ് ഇതിലെ ഹീറോ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: സമാജ്വാദി പാർട്ടി പറഞ്ഞതുപോലെ ചെങ്കോൽ അത് രാജവാഴ്ചയുടെ അടയാളം തന്നെയാണ്. രാജാക്കന്മാരുടെ പക്കലായിരുന്നു ചെങ്കോൽ ഉണ്ടായിരുന്നത്. ജനാധിപത്യത്തെ രാജ്യത്ത് അതിന് ഒരു റോളുമില്ല. ജനാധിപത്യ രാജ്യത്തിൽ ചെങ്കോലിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് DMK പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജവഹർലാൽ നെഹ്റുവിന് നൽകിയ ഒരു സമ്മാനം കൂടിയായിരുന്നു ആ ചെങ്കോൽ. ഒരു സമ്മാനം എന്നുള്ള നിലയിൽ അതിൻ്റെ സ്ഥാനം മ്യൂസിയമാണ്. അത് അവിടെ കിടക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് DMKക്ക് വേറൊരു നിലപാടുമില്ല എന്നാണ് പാർട്ടിക്ക് വേണ്ടി വക്താവ് ഇളങ്കോവൻ വ്യക്തമാക്കിയത്. ബുദ്ധിശൂന്യമായ രാഷ്ട്രീയമാണ് BJPയുടേത് എന്നായിരുന്നു DMK MP ദയാനിധി മാരനും പ്രതികരിച്ചത്. ഏതെങ്കിലും ജ്യോതിഷിയുടെ വാക്കും കേട്ടാണ് BJPയും മോദിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവർ ആഗ്രഹിക്കുന്ന വിഡ്ഢിത്തം അവർ ചെയ്തു കൊള്ളട്ടെ എന്നും അദ്ദേഹം തുറന്നടിച്ചു. അതോടെ പണി പാളിയ BJP മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഇന്ത്യ നേതാക്കൾ മോദിയുടെയും BJPയുടെയും നീക്കത്തെ അടിച്ചു തകർക്കുകയായിരുന്നു. ചെങ്കോൽ സ്ഥാപിച്ചപ്പോൾ അതിനെ വണങ്ങിയ മോദി ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിന് കുമ്പിടാൻ മറന്നുവെന്നും ഇക്കാര്യം പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നും അഖിലേഷ് യാദവ് പരിഹസിച്ചു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്താണ് 5 അടി നീളമുള്ള സ്വർണം പൂശിയ ചെങ്കോൽ പാർലമെന്റിൽ അദ്ദേഹം എത്തിച്ചത്. അവിടെ സ്ഥാപിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ആധുനികതയെയും കൂട്ടിയിണക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ചെങ്കോൽ സ്ഥാപിച്ചത് എന്നായിരുന്നു BJP നേതാക്കൾ മോദി അടക്കമുള്ളവർ വാദമുന്നയിച്ചത്. തമിഴ്നാട്ടിൽ നിന്നാണ് ആ ചെങ്കോൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്നത്. എന്നാൽ രാജാധികാരത്തിന്റെ അടയാളമായ ചെങ്കോൽ അവിടുന്ന് മാറ്റി പകരം അവിടെ ഭരണഘടനയുടെ ഭീമൻ പ്രതി ആ സ്ഥാനത്ത് വെക്കണമെന്ന് സ്പീക്കർക്കും പ്രോട്ടേം സ്പീക്കർക്കും നൽകിയ കത്തിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് ആവശ്യപ്പെട്ടു. ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും വിശ്വാസവും പുലർത്തുമെന്നാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. എന്നാൽ സ്പീക്കറുടെ ചെയറിന്റെ വലതുവശത്ത് ചെങ്കോൽ കണ്ട് അതിശയം തോന്നിപ്പോയി. നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരിശുദ്ധമായ രേഖയാണ്. ചെങ്കോലാകട്ടെ രാജാധിപത്യത്തിന്റെ സൂചകമാണ്. നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. അല്ലാതെ ഏതെങ്കിലും രാജാവിൻ്റെയോ ചക്രവർത്തി കുടുംബത്തിൻ്റെയോ കൊട്ടാരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി. പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ചെങ്കോൽ മാറ്റി പകരം ഭരണഘടനയുടെ ഭീമൻ പ്രതി ആ സ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടതോടെ BJPയും നരേന്ദ്രമോദിയും ഒരിക്കൽ കൂടി നാണം കെടുകയാണ്. ചെങ്കോൽ എന്നത് രാജഭരണത്തിന്റെ പ്രതീകമാണെന്നത് വളരെ വ്യക്തമാണ്. രാജഭരണമെല്ലാം എന്നേ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ രാജഭരണത്തിന്റെ പ്രതീകമായ ചെങ്കോൽ ഇന്ത്യ മുന്നണി ഒന്നിച്ചു ചേർന്ന് എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുറപ്പായതോടെ ആ കുത്തിത്തിരിപ്പ് മതിയാക്കി നരേന്ദ്രമോദിയും കൂട്ടരും മാളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി.